നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനിടെ CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന ഐഷ പോറ്റിക്കെതിരെ കടുത്ത വിമർശനവുമായി മുൻ മന്ത്രി AK ബാലൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ നിലപാട് മാറ്റം വ്യക്തിപരമായ തീരുമാനമല്ല, മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും അതിന്റെ രക്തസാക്ഷി പാരമ്പര്യത്തോടുമുള്ള തുറന്ന വിശ്വാസവഞ്ചനയാണെന്നാണ് ബാലൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിക്കുന്നത്. കോൺഗ്രസിൽ ചേർന്ന ഐഷ പോറ്റിയെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണം UDF രാഷ്ട്രീയത്തെയും അതിന്റെ വഞ്ചനാ സംസ്കാരത്തെയും നേരിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. ഐഷ പോറ്റിയിൽ കപട വിശ്വാസി ഒളിഞ്ഞിരിക്കുന്നുവെന്നും ശബരിമല ശാസ്താവിന്റെ സ്വർണം കവർന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശ്വാസ വഞ്ചനയുടെ മറ്റൊരു മുഖമാണ് ഐഷ പോറ്റിയെന്നും ബാലൻ കുറിച്ചു. ദൈവത്തിന്റെ പേര് പറഞ്ഞ് CPMനെ ശപിക്കുന്ന രാഷ്ട്രീയ സമീപനം അപകടകരമാണെന്നും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നതാണെന്നും ബാലൻ വിമർശിച്ചു. സഖാവ് മേഴ്സിക്കുട്ടി ഐഷ പോറ്റിയെ വർഗവഞ്ചകി എന്ന് വിശേഷിപ്പിച്ചതിനേക്കാൾ യോജിച്ചൊരു നാമവിശേഷണം രാഷ്ട്രീയ നിഘണ്ടുവിലില്ലെന്നും ബാലൻ പറയുന്നുണ്ട്. വർഗവഞ്ചകൻ എന്ന പദം കേരള രാഷ്ട്രീയത്തിന് പരിചിതമാണെങ്കിലും വർഗവഞ്ചകി എന്ന പദം ഐഷ പോറ്റിയിലൂടെ പുതിയ ചരിത്രമായി മാറിയതാണെന്ന പരാമർശവും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. തൊഴിലാളി വർഗ പാർട്ടിയിൽ നിന്ന് ഇത്തരമൊരു വഞ്ചന ഇനി ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പായും ഈ പ്രതികരണം മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് അണിയിച്ച ഷാൾ ഐഷ പോറ്റിയുടെ കഴുത്തിൽ കൊലക്കയറായി മാറുമെന്നും അത് അവര് തന്നെ ക്ഷണിച്ചു വരുത്തിയ രാഷ്ട്രീയ ആത്മഹത്യയിലേക്കാണ് നയിക്കുന്നതെന്നും ബാലൻ കടുത്ത ഭാഷയിൽ തുറന്നടിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും 3 തവണ MLA ആയും CPMൽ നിന്ന് ഉയർന്നു വന്ന ഐഷ പോറ്റി അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ, മഹിളാ അസോസിയേഷൻ എന്നിവയുടെ നേതൃസ്ഥാനങ്ങളിൽ വരെ എത്തിയ വ്യക്തിയാണെന്നും CPM ആണ് അവരെ ഒരു പൊതുപ്രവർത്തകയായി കേരളത്തിന് പരിചയപ്പെടുത്തിയതെന്നും ബാലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ 26 പേരാണ് രക്തസാക്ഷികളായതെന്നും RSS, കോൺഗ്രസ്, LDF എന്നിവരാണ് പ്രതികളായാണ് പല കൊലപാതകങ്ങളും നടന്നതെന്നും ബാലൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധികാരമോ സ്ഥാനമോ ലക്ഷ്യമിട്ട് പാർട്ടിയിൽ വന്നവരല്ല ആ രക്തസാക്ഷികളെന്നും അവരുടെ ഹൃദയ രക്തം കൊണ്ട് ചുവന്ന മണ്ണിലാണ് ഐഷ പോറ്റി എന്ന പേര് ഉയർന്നതെന്നും ബാലൻ പറയുന്നുണ്ട്. CPM നൽകിയതിൽ ഉപരി സ്ഥാനവും അംഗീകാരവും കോൺഗ്രസിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ആ പാർട്ടി മാറ്റത്തിന് പിന്നിലെന്നും അത്തരത്തിൽ മറുകണ്ഠം ചാടിയവരുടെ അവസ്ഥ ഇന്ന് ഐഷ പോറ്റി ഓർക്കണമെന്നും ബാലൻ വെല്ലുവിളിക്കുന്നുണ്ട്. തെറ്റിദ്ധരുത്തി തിരിച്ചെത്തിയ നേതാക്കളെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയ ബാലൻ ഐഷ പോറ്റിയുടെ ഏറ്റവും വലിയ ദൗർബല്യം അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്ര അവബോധത്തിന്റെ അഭാവമാണെന്നും കുറ്റപ്പെടുത്താൻ മറന്നിട്ടില്ല. UDFിലേക്കുള്ള ഈ ചേക്കേറ് വ്യക്തിപരമായ തീരുമാനമല്ല, മറിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടുമുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനമാണെന്ന തരത്തിലാണ് AK ബാലന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിലയിരുത്തപ്പെടുന്നതും അത്തരത്തിലാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുന്നതിനിടെ ഐഷ പോറ്റിയുടെ പാർട്ടി മാറ്റം ഇടതുപക്ഷ ക്യാമ്പിൽ ശക്തമായ പ്രതിരോധ രാഷ്ട്രീയത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്.